സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹൃദയം പൊട്ടി മരിക്കുന്നവർ, ഇങ്ങനെയൊരു ടൈറ്റിൽ ചെയ്യുവാൻ കാരണം ഒരാഴ്ചയ്ക്ക് മുമ്പ് TV ആങ്കർ പത്രപ്രവർത്തകൻ ശ്രീ രവീഷ് കുമാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഹൃദയാഘാതങ്ങളെക്കുറിച്ചും ആത്മഹത്യകളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അതിനു മുമ്പ് തന്നെ ഈ വിഷയം നമ്മുടെ പാഠഭേദത്തിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേരളക്കരയെ മുഴുവൻ ഇളക്കി മറിച്ച ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ വളരെ വൈറലായി തീർന്ന ഒരു വാർത്തയായിരുന്നു. മനസാക്ഷിയുള്ളവരൊക്കെ കരഞ്ഞ സങ്കടപ്പെട്ട ഒരു വാർത്ത. ആ സമയത്ത് തന്നെ ഈ വിഷയങ്ങൾ നമ്മുടെ പാഠഭേദത്തിലൂടെ പറയണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അതിലും പ്രധാനമെന്ന് എനിക്ക് തോന്നിയ, പ്രത്യേകിച്ചും കാരശ്ശേരി മാഷിനോട് 2 വാക്കെന്ന് പറയുന്ന 1-2 വീഡിയോ നമ്മൾ ചെയ്യുവാനിടയായി തീർന്നു. വൈറലാകുക എന്ന ഉദ്ദേശമല്ലല്ലോ നമ്മുടെ വീഡിയോകൾക്കുള്ളത്. അതുകൊണ്ട് വൈറലാകാൻ സാധ്യതയുള്ള വിഷയത്തെ മാറ്റിവെച്ച് അതിലും പ്രധാനമെന്ന് എനിക്ക് സ്പിരിച്വലി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയ 1-2 വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കൈകാര്യം ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് പിന്നെയും രവീഷ് കുമാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. പാഠഭേദത്തിലൂടെ അല്പസമയങ്ങൾ നമ്മൾ ഹൃദയം പൊട്ടി മരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഹൃദയം പൊട്ടി മരിക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ ഷഹനെ പോലെ ഹൃദയം പൊട്ടി മരിച്ചവരുണ്ട്. എന്നാൽ ഹൃദയാഘാതം എന്ന പേരിൽ നമ്മളൊക്കെ വിളിക്കുന്ന ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്ന ആളുകളുണ്ട്. ഇവരെ എല്ലാവരെയും കാറ്റഗറി 2 ഒന്നിച്ച് ഒരു കൂട്ടമായിട്ട് ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാണ്ട് 3 വർഷങ്ങളായി ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ കാരണത്താൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, വളരെ കൂടിയിരിക്കുന്നു എന്ന് പറയാം. ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ മേൽ വന്നിരിക്കുകയാണ്. വിദേശ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ ഹാർട്ട് അറ്റാക്ക് കുത്തനെ ഉയർന്നിരിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികൾ, ഗുജറാത്തിൽ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. ഈ അടുത്ത സമയത്ത് നമുക്ക് പരിചയമുള്ള ചിലർ 10-28 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ മരിച്ച വാർത്ത നമ്മളൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്? മെഡിക്കൽ വിദഗ്ധന്മാർ അഭിപ്രായം പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ICMR റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകിയാൽ അത് മാത്രമെന്ന് പറയാം. ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു, കോവിഡ് അനന്തര പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ വർധനവ്. അതിൻ്റെ കാരണം കോവിഡിൻ്റെ മാരകമാകുന്ന ഫലങ്ങൾ അനുഭവിച്ചവർ, അവർക്ക് പിന്നീട് ഇങ്ങനെയുള്ള വേഗത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ കഠിനമായ വ്യായാമം, ഓട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കഴിവതും അവോയ്ഡ് ചെയ്യണമെന്ന് ICMRൻ്റെ ഒരു റിപ്പോർട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ഉദ്ധരിക്കുവാനിടയായി തീർന്നു. അത് സത്യത്തിൽ വളരെ ശക്തമായ ഒരു പാനിക് വേവിന് കാരണമായി തീർന്നു. അനേകർ ആ വാർത്ത കേട്ട് ആശങ്കപ്പെട്ടു. കാരണം നമുക്കറിയാമല്ലോ, രാജ്യത്ത് ഒത്തിരി പേർക്ക് കോവിഡ് വന്നതാണ്. അങ്ങനെ ആ വാർത്ത വന്ന ശേഷവും പിന്നെയും ഗുജറാത്തിലൊക്കെ, പ്രത്യേകിച്ച് ഗുജറാത്തിലെ ദാണ്ടിയ സീസണിൽ ഗർഭ ഡാൻസുകളുണ്ടല്ലോ, അതിനകത്ത് 10-20-ലധികം ആളുകൾ ഡാൻസ് കളിച്ചോട് മരിക്കുവാനിടയായി തീർന്നു. ഗുജറാത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റേറ്റ്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഹൃദയ സംബന്ധമായ പല അസുഖങ്ങളെല്ലാം ഒന്നിച്ച് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത്, വളരെയധികം കൂടുവാനിടയായി തീർന്നു. ഈ ഗർഭ കളിക്കാൻ പോയവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൃദയാഘാതം സംഭവിച്ച് ഒത്തിരി പേർ മരിച്ചതെന്നൊക്കെയുള്ള ചോദ്യത്തിന് ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ കാരണമാണുള്ളത്. ഈ കോവിഡ് അനന്തര കാലത്ത് ജീവിക്കുമ്പോൾ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ, ആ രോഗം വരുത്തിവെച്ച കെടുതികൾ, അത് മനസ്സിലാക്കാതെ ആളുകൾ ഡാൻസ് കളിക്കാനും ഓവർ എക്സസൈസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ അത് അപകടം വിളിച്ചു വരുത്തുമെന്നുള്ളത് ഈ വാർത്തകളിൽ നിന്നും, മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്നും, ICMRൻ്റെ റിപ്പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരുന്നു. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ റേറ്റ് ഇത്ര കുത്തനെ ഉയരുന്നത് കാണുമ്പോൾ മുൻകരുതലുകൾ എടുക്കണം. നാം റെഗുലറായിട്ടുള്ള ചെക്കപ്പുകൾ നടത്തുന്നത് നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നം, നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ പറയും അതൊരു ഗ്യാസിൻ്റെ ട്രബിളാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു ചെറിയ നെഞ്ചുവേദന, നെഞ്ചരിച്ചിൽ, എനിക്കെപ്പോഴും ഉള്ളതാണ് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യാതെ അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ വിദഗ്ധ പരിചരണം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം തന്ന ജീവൻ
അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവമല്ലേ ജീവൻ തന്നത്, ദൈവം എടുക്കുമ്പോഴേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നാം നിരുത്തരവാദിത്വപരമായിട്ട് പെരുമാറില്ല എന്നാണ് പാഠഭേദത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ വിഷയം രോഗമല്ല, മറിച്ച് അത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു സാമൂഹിക രോഗമാണ് ആത്മഹത്യ. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ നമ്മൾ കേട്ടു. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ അതിലും എന്നെ വേദനിപ്പിച്ച മറ്റൊരു ആത്മഹത്യ ഡോക്ടർ കുഞ്ഞാമ്മൻ്റെ ആത്മഹത്യയാണ്. പ്രായമായ വ്യക്തി, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അധ്യാപകൻ, ദളിത് ചിന്തകൻ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വളരെ അറിയപ്പെട്ട ഡോക്ടർ കുഞ്ഞാമൻ. ഒരുപക്ഷെ KR നാരായണന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെപ്പോലെ കേരളത്തിൽ ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ വിഷമം വരാൻ കാരണം, അദ്ദേഹത്തെ പോലെ സമൂഹത്തെ സ്വാധീനിക്കുവാൻ കഴിവുള്ളവർ, അനേകർക്ക് മാതൃകയായിക്കൊണ്ടിരുന്നവർ, അവർ തെറ്റായ ഒരു സന്ദേശം വെച്ചിട്ട് പോയല്ലോ എന്ന ഒരു സങ്കടം. മനസ്സ് തകർന്ന് അവർ ജീവിതത്തെ എറിഞ്ഞുടയ്ക്കുകയാണ്. ഡോക്ടർ ഷഹനയ്ക്ക് മുമ്പിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നുവോ? നമ്മുടെ കുട്ടികൾക്ക് ഇനിയുമെങ്കിലും ഉണ്ടാകേണ്ട തിരിച്ചറിവ്. നമുക്കൊക്കെ കുട്ടികളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ചെറുപ്പമാണ്, പ്രായം കൊണ്ട് ഒരുപക്ഷെ മറ്റൊരാളോട് ആകർഷണവും സ്നേഹവും ഒക്കെ തോന്നും. പക്ഷേ വിവാഹത്തിന് മുമ്പ് മനസ്സ് കൈമാറുന്നതിൽ അല്പം പരിമിതികളൊക്കെ വെക്കണം. തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ മനസ്സ് കൈമാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചതിക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്താൽ ഡോക്ടർ ഷഹനെ പോലെയുള്ള അപകടങ്ങൾ ഏത് കുട്ടിക്കും ഉണ്ടാകാം. അതുകൊണ്ട് മനസ്സൊക്കെ പൂർണ്ണമായിട്ട് കൈമാറുന്നത് വിവാഹത്തിന് ശേഷം മാത്രമാകട്ടെ. ആ ഒരു മെച്യൂരിറ്റിയുള്ള ഒരു തലമുറ, നമ്മുടെ തലമുറ അങ്ങനെ വളർന്നു വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മനസ്സ് പൊട്ടി ഹൃദയം തകർന്ന് ആരും മരിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും അല്ല, ഡോക്ടർ ഷഹനെ പോലെ ഹൃദയത്തിന് മുറിവേറ്റി മരിക്കുന്നവരാണെങ്കിലും അങ്ങനെ അരുത് എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ കൂടെ പറയണം. ഒന്ന് അല്പം മെഡിക്കൽ ഫലിതമാണ്. രണ്ടാമത്തേത് ഹൃദയം കൈമാറുന്നത് കൊണ്ടുള്ള ക്രൂരതയാണ്. ക്രൂരത ആദ്യം പറയാം, ഫലിതം പറഞ്ഞ് നിർത്താം. ക്രൂരത, കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുന്നത് നോക്കിയിരുന്ന കാമുകനും സുഹൃത്തുക്കളും 18ാം വയസ്സ് തികഞ്ഞെന്ന് ഉറപ്പായപ്പോൾ പെൺകുട്ടിയുടെ വീട് ആക്രമിച്ച് അപ്പനെയും അമ്മയെയും ഒക്കെ അടിച്ചു താഴെയിട്ട് പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി. എത്ര സങ്കടമാണ്. ആ പെൺകുട്ടി സ്നേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ താന് ആരെയാണോ സ്നേഹിച്ചത് ആ ചെറുക്കനെ അവൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി സ്വന്തം അപ്പനും അമ്മയും ഗുണ്ടകളെ കൊണ്ട് അടുപ്പിച്ചെന്ന് പറയുമ്പോൾ ഈ പ്രേമം അല്ലെങ്കിൽ പ്രണയം എത്ര അന്ധമാണെന്ന് പണ്ട് പറയും. ഒരു വാക്കൂടെ ആഡ് ചെയ്താൽ അതെത്ര ഭ്രാന്തുള്ളതാണെന്ന് ഇപ്പം നമുക്ക് ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ക്രൂരമാണ് കേട്ടോ ഇങ്ങനെയുള്ള തലമുറയുടെ പ്രവർത്തികൾ. ഇനിയൊരു ഫലിതം, ഡോക്ടറുടെ അടുക്കൽ വന്ന പേഷ്യൻ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ച ഒരു ഫലിതം. ഡോക്ടറുടെ മുമ്പിൽ വന്ന പേഷ്യൻ്റ് ചോദിച്ചു, ഈ മരുന്നിന് എന്തൊക്കെയാണ് പാർശ്വഫലങ്ങളുള്ളത്? അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഒരാഴ്ച എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ഭക്ഷണമൊക്കെ കഴിക്കും, ഞാൻ ചൈനീസ് ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാൻ കൂൾ ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി ഇതൊക്കെ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്, പിന്നെ അത്യാവശ്യം ആഴ്ചയിൽ 2 ദിവസം മദ്യപിക്കാറുണ്ട്, ഞാൻ പുകവലിക്കാറുണ്ട്. അപ്പോൾ ഒരാഴ്ചയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇത്രയുമൊക്കെ ഒരാഴ്ച ചെയ്യുന്ന നിങ്ങളാണോ ഈ മരുന്നിൻ്റെ പാർശ്വഫലത്തെക്കുറിച്ച് ചോദിക്കുന്നത്? കാരണം ഈ മരുന്നിൻ്റെ പാർശ്വഫലത്തെക്കാൾ അപകടകരമാകുന്ന കാര്യങ്ങളാണ് ആഴ്ച മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ ഹൃദയം പൊട്ടി മരിക്കത്തില്ലേ? ഹാർട്ട് അറ്റാക്കൊക്കെ കൂടുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തെറ്റായ ജീവിതശൈലിയാണ്. ആ തെറ്റായ ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റാം. തെറ്റായ ജീവിതശൈലി സ്വഭാവത്തിലും ഒക്കെ നമുക്ക് മാറ്റാം. നല്ലൊരു സമൂഹം നമുക്കുണ്ടാകട്ടെ. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.